ബ്രൂവറിയിൽ എതിർപ്പുമായി നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ CPM നീക്കം തുടങ്ങി. ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നും മഴവെള്ള സംഭരണി ഉറപ്പാക്കുമെന്നും CPI ബോധ്യപ്പെടുത്തി പിന്തുണ തേടും. അതേസമയം CPIയുടെ എതിർപ്പ് കോൺഗ്രസ് ആയുധമാക്കുകയാണ്. ബ്രൂവറിയിലെ സർക്കാർ തീരുമാനം കൂടിയാലോചനയില്ലാതെയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൂടുതൽ തെളിവുകൾ നാളെ പുറത്തുവിടുമെന്ന് VD സതീശൻ പറഞ്ഞു. പാലക്കാട് മദ്യനിർമ്മാണശാല വേണ്ട എന്ന CPI എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സർക്കാരിനും CPM-നും കനത്ത തിരിച്ചടിയായി മാറുകയാണ്. മന്ത്രിസഭായോഗമെടുത്ത തീരുമാനത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CPIയുടെ വിയോജിപ്പ്. എക്സൈസ് മന്ത്രി നേരിട്ട് CPI നേതാക്കളെ കണ്ടിട്ടുപോലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് CPM-നെ പ്രതിസന്ധിയിലാക്കുന്നു. CPIയുടെ വിയോജിപ്പ് പ്രതിപക്ഷം ആയുധമാക്കുന്നതിന് മുമ്പ് തന്നെ വിഷയം രമ്യമായി പരിഹരിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. പാരിസ്ഥിതിക കുടിവെള്ള പ്രശ്നങ്ങൾ ഉയർത്തിയാണ് CPI പദ്ധതിയെ എതിർക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ CPM കൃത്യത വരുത്തും. മഴവെള്ള സംഭരണി സ്ഥാപിക്കുകയും വാട്ടർ അതോറിറ്റി വെള്ളം നൽകുമെന്ന കരാർ നടപ്പാക്കുകയും ഇതിലൂടെ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ CPIയെ നേരിട്ട് ബോധ്യപ്പെടുത്തും. ഇടതുമുന്നണിയിൽ വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ CPIയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് CPM-ന്റെ നീക്കം. അതേസമയം ഒയാസിസ് കമ്പനിക്കെതിരെയും ബ്രൂവറി പ്ലാന്റിനെതിരെയും അഴിമതി ആരോപണം ഉയർത്തുന്ന പ്രതിപക്ഷത്തിന് CPIയുടെ വിയോജിപ്പാണ് ഇപ്പോൾ മുഖ്യ ആയുധം. നിയമസഭയ്ക്കകത്തും പുറത്തും CPIയുടെ വിയോജിപ്പ് ഉയർത്തിയാകും സർക്കാരിനെ പ്രതിപക്ഷം നേരിടുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.